ഞാൻ വെക്കാൻ വിചാരിച്ചത് യോഷിമുറാണ് എസ് സി മാറ്റിയിട്ട്. തിരിച്ച് ദൈവമേ എസ് സി വെച്ച് ഇങ്ങോട്ട് വരുമ്പോഴുള്ള അവസ്ഥ. സോ ഗൈസ് നമുക്കൊന്ന് സൗണ്ട് നോക്കാം. Yeah, that's the SC. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് വീണ്ടും എസ് സി ആക്കാൻ പോവാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇന്ന് ഫുൾ ഓട്ടോ ആയിരുന്നു. മാറുപട്ടി വൈസർക്ക് ഒരു ഫോഗ് പിടിച്ച് എസ് സി ഇപ്പം തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ യോഷിമുറ ഞാൻ വെക്കാൻ വിചാരിച്ചത് യോഷിമുറാണ് എസ് സി മാറ്റി. പിള്ളേർ പറയുമ്പോൾ പിന്നെ അതല്ലേ നമ്മുടെ ഒരു സന്തോഷം. പിള്ളേർക്കൊക്കെ നമ്മുടെ ഈ ഒരു സൗണ്ട് ഇഷ്ടമാണ്. S1000 നിന്ന് നേരെ ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും കിക്ക് ഷിഫ്റ്റർ ഉണ്ടെന്നുള്ള രീതിയിലായിപ്പോയി എൻ്റെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഇതേ. സമയം വൈകിട്ടായി. നമുക്കിന്ന് ഫുൾ ബിസി ദിവസമായിരുന്നു. ഇപ്പോൾ പുറകെ നമ്മുടെ ഗോവിന്ദ് എക്സോസ്റ്റും കൊണ്ട് വരുന്നുണ്ട്, എസ്സിയും കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്ക് അവർ പറഞ്ഞായിരുന്നു ആദ്യത്തെ ഒരു 50-60 കിലോമീറ്റർ അത്രയും ബൈറ്റ് കാണത്തില്ല. ഷോറൂമിൽ നിന്ന് പറഞ്ഞായിരുന്നു കുറച്ചൊന്ന് ആ ഫ്ലൂയിഡൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റാകാൻ വേണ്ടി. ഇപ്പോൾ ആ ബ്രേക്കിംഗ് ഒക്കെ നൈസായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ രണ്ട് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് പാർട്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിഗ് വിങ്ങിൽ തന്നെ, കൊച്ചി ബിഗ് വിങ്ങിൽ നിന്നായിരുന്നു ചേഞ്ച് ചെയ്തത്. അപ്പോൾ വണ്ടി എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചത്, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ എനിക്ക് കുറേ തിരക്ക്, അതിൻ്റെ ഇടയ്ക്ക് വെള്ളപ്പൊക്കവും കുറേ സീനൊക്കെ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. നമ്മൾ തിരിച്ചിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഉടനെ നമുക്ക് അടുത്തടുത്ത പരിപാടികൾ വന്നു. അതുകൊണ്ട് നല്ല തിരക്കാണ്. അതാണ് കുറേ കാര്യങ്ങൾ പറയാനും വിട്ടുപോകും. ചിലതൊക്കെ വ്ളോഗ് എടുക്കാൻ മറന്നു പോകുന്നുണ്ട്. അങ്ങനത്തെ കുറേ സീനൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ അവൻ്റെ കയ്യിലായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ എനിക്കിവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൻ്റെ അടുത്തായിരുന്നു വെച്ചേക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബിഗ് വിങ്ങിൽ നിന്ന് നമ്മൾ കുറേ സർവീസും കാര്യമൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി, അന്ന് ഫണ്ട് കുറച്ച് ഷോർട്ടുള്ളതുകൊണ്ട് നമ്മൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കൊച്ചിയിലെ ബിഗ് വിങ്ങിൽ നിന്ന് ബ്രേക്ക് പാഡ് മാറ്റും. അപ്പോൾ 2 ബിഗ് വിങ്ങി കയറ്റിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സർവീസ് എല്ലാം ചെയ്തത്. ഇപ്പോൾ വണ്ടി പക്ക പെർഫെക്റ്റ് കണ്ടീഷനിലാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു സെറ്റിങ്സ് കുറച്ച് സ്റ്റിഫായിട്ടാണ്. ട്രാക്ക് സെറ്റിങ്സ് കുറച്ചുകൂടെ ഹാർഡായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കംഫേർട്ട് അത്ര കാണത്തില്ല, പക്ഷേ ഹാൻഡിലിംഗ് ഒക്കെ പക്കയാണ്. അടിപൊളിയാണ് ഓടിക്കാൻ. ഇപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടെ സസ്പെൻഷൻ കൂടെ സ്റ്റിഫാക്കിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ കേർവ് എടുക്കുമ്പോഴും ഓരോ ടേൺ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടുന്നതാണ്. തിരിച്ച് ദൈവമേ എസ് സി വെച്ച് ഇങ്ങോട്ട് വരുമ്പോഴുള്ള അവസ്ഥ. സോ ഗൈസ്, ഫൈനലി നമ്മൾ വേണ്ട നമ്മുടെ എക്സോസ്റ്റ് ഫിറ്റ് ചെയ്തു. പിന്നെ ജസ്റ്റ് എക്സോസ്റ്റ് കൊണ്ട് കിട്ടുമ്പോൾ നമ്മുടെ അപ്പോൾ ഇനി എന്നെ
എന്നെ പോലീസ് പിടിച്ചാൽ ഞാൻ ഉടനെ ഇങ്ങോട്ട് വരാം. സോ ഗൈസ് നമുക്ക് ഇവിടുന്ന് വിടാം. പോവാ. സോ ഗൈസ് നമുക്കൊന്ന് സൗണ്ട് നോക്കാം. എന്റെ മോനെ സീനാവുമെന്ന് എനിക്ക് അറിയായിരുന്നു. എന്നാലും കുറേ നേരം കേൾക്കാതിരുന്നിട്ട് കേട്ടപ്പോ പാവം. ആ അല്ല, ഞാൻ എക്സോസ്റ്റ് വെക്കാൻ വേണ്ടി പോവാ. ആ വരുന്നുണ്ട്, പോട്ടെ. ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ലൈക്ക് അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ, ലൈക്ക് അതൊക്കെയാണ്. ഈ പൈസയും ഇതിനെക്കാട്ടിയൊക്കെ വലുത് നമുക്ക് അതൊക്കെയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ലക്ഷങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് മോട്ടോ വ്ളോഗേഴ്സിനൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വ്ളോഗ് ചെയ്യുന്നവരെ അപേക്ഷിച്ച് കുറവാണ്. വ്യൂസും മാത്രമല്ല, വാച്ച് ടൈമും കുറവാണ്. സോ നമുക്ക് അത്രയൊന്നും വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ ആൾക്കാരുടെ സ്നേഹമാണ് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര വാല്യുബിളാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് വീണ്ടും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നത്. കളർഫുള്ളാണ് ഇപ്പോൾ കാരാഴ്മയൊക്കെ. ടർഫൊക്കെ ആയതുകൊണ്ട് തന്നെ പിള്ളേരും കാര്യങ്ങളൊക്കെ. രാത്രിയായി, ഞാൻ വൈകിട്ട് വന്ന് വെക്കാമെന്നിരുന്ന ഞാനാണ്. സംഭവം എല്ലാം ഇന്ന് മൊത്തത്തിൽ ഡിലേ ആയിരുന്നു എല്ലാം. അപ്പോൾ ഈ സൗണ്ടൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു ലൗഡ് സൗണ്ടിലോട്ട് മാറിയേക്കുവാണ്. ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം നല്ല രീതിക്ക് നോട്ടവും പറച്ചിലുകളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടിയിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ വൈസർ എനിക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അടച്ചിട്ടേക്കുമാണ്. വലിയതായിട്ട് എനിക്ക് വിസിബിൾ അല്ല, 8 ആയതുകൊണ്ട്. ക്ലിയർ വൈസർ ഒരെണ്ണം സ്റ്റെപ്പിനായിട്ട് വല്ലതും ഒരെണ്ണം മേടിക്കണം. നേരത്തെ ഇരുന്ന ക്ലിയർ വൈസർ അങ്ങ് പൊട്ടിപ്പോയി. ഒരു ക്ലിയർ വൈസർ ഉണ്ട് നൈറ്റ് ടൈമിന് യൂസ് ചെയ്യാൻ, അത് വേണം, അത് അത്യാവശ്യമാണ്. നേരത്തെ കഴിഞ്ഞോണം വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അനുഭവിച്ച് ഇത് അടച്ചിടാനും പറ്റുന്നില്ല, ഒന്നും കാണത്തില്ല രാത്രി. ഞാൻ എക്സോസ്റ്റ് വെക്കാൻ പോവാന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു അപ്പുറത്തെ ഒരു കല്യാണ വീടാണ്, അവിടെ നാളെ മറ്റന്നാളോ കല്യാണമാണ്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ വരണം, പതുക്കെ വരണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അമ്മയുടെ ഓർഡർ അതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പതുക്കെ ക്ലച്ചൊക്കെ പിടിച്ച് കയറ്റാനാണ് എൻ്റെ പ്ലാൻ. എന്നാലും ഈ സാധനത്തിന് സൗണ്ട് കാണും. ഞാൻ പറഞ്ഞു സൗണ്ട് കാണും, എങ്ങനെയും കുറച്ച് വേണം. അമ്മ നേരത്തെ സ്ട്രിക്റ്റ് ഓർഡേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ യോഷിമുറ വരുന്നവരെ SC പ്രൊജക്റ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാറ്റി SCയിലോട്ട് തന്നെ ആയി. എനിക്ക് പറ്റുന്നില്ല സൗണ്ട് ഇല്ലാതെ, അതാണ് മെയിൻ. നമുക്ക് നല്ല റോഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ SC കൊണ്ടൊക്കെ ഒരു പൊളി പൊളിച്ച് കഴിഞ്ഞാൽ അടിപൊളി സൗണ്ടും അടിപൊളി വിഷ്വൽസൊക്കെ കിട്ടും. അപ്പം അതിന് പറ്റുന്നത് തമിഴ്നാട് തന്നെയാണ്. തമിഴ്നാട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഒരു നല്ലൊരു മൊമെൻ്റ് കിട്ടിയാൽ നമുക്ക് തമിഴ്നാട് പോവാം. അത്രയൊക്കെ ഉള്ളായിരുന്നു ഗൈസ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്. ഞാൻ എന്തോ ചെയ്യാൻ, അമ്മ ഈ നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ അതിൻ്റെ സൗണ്ട്.